ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ തിയറംസ് ആയിരുന്നു നോക്കിയിരുന്നേ. ഇനി നമുക്ക് കംപ്ലീറ്റ് ഗ്രാഫിനെ കുറിച്ച് പഠിക്കാം. അപ്പം ഒരു കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറയുമ്പം അതിൻ്റെ കണ്ടീഷൻ എന്താണ്? അതൊരു സിമ്പിൾ ഗ്രാഫ് ആയിരിക്കണം. സിമ്പിൾ ഗ്രാഫ് എന്ന് വെച്ചാൽ എന്താ? സിമ്പിൾ ഗ്രാഫ് എന്ന് പറയുമ്പം അതിന് പാരലൽ എഡ്ജസും പിന്നെ ലൂപ്സും ഒന്നും കാണാൻ പാടില്ല. അങ്ങനത്തെ ഒരു ഗ്രാഫിനെ നമുക്ക് കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറയാം. അടുത്ത കണ്ടീഷൻ എന്താ പറയുന്നത്? അതായത് രണ്ട് പെയർ ഞാൻ എടുക്കുകയാണെങ്കിൽ അതിന് ഒരൊറ്റ എഡ്ജേ കാണാൻ പാടുള്ളൂ. ഞാൻ എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. ഇത് G1, ഇതൊരു കംപ്ലീറ്റ് ഗ്രാഫാണ്. ഓക്കെ, നെക്സ്റ്റ്, കാരണം ഇവിടെ ജോയിൻ ചെയ്യാൻ വേറെ എഡ്ജസോ കാര്യങ്ങളോ ഇല്ല. ഇനി നോക്കിക്കേ, ഞാൻ ഇങ്ങനൊരു ഗ്രാഫ് എടുക്കുക, G2 എന്ന് വെച്ചോ. എൻ്റെ ഗ്രാഫിൻ്റെ പേര് V1 വെർട്ടെക്സും V2 വെർട്ടെക്സും ഉണ്ട്. ഇത് കണ്ടോ, ഈ രണ്ട് വെർട്ടെക്സും ജോയിൻ ചെയ്ത് ഒരു എഡ്ജേ ഉള്ളൂ എങ്കിൽ ഇതിനെ ഒരു കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറയാം. ഇവിടെ ഇപ്പോൾ ഒരു പാരലൽ എഡ്ജസ് ഉണ്ടായിരുന്നെങ്കിൽ ഇതൊരു കംപ്ലീറ്റ് ഗ്രാഫ് ആവില്ല. അടുത്തൊരു എക്സാമ്പിൾ നോക്കിക്കേ, ഇങ്ങനൊരു ഗ്രാഫ് ഞാൻ വരയ്ക്കാം. ഇത് V1, V2, V3. ഓക്കെ, ഈ ഗ്രാഫ് നോക്കിക്കേ. V1 എന്ന് പറയുന്നതും V2 എന്ന് പറയുന്ന രണ്ട് വെർട്ടെക്സ് ഞാൻ എടുക്കുവാണെങ്കിലേ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് ഒരൊറ്റ എഡ്ജല്ലേ ഉള്ളൂ. അതേപോലെ V1ഉം V3യും കണക്ട് ചെയ്ത് ഒരു എഡ്ജേ ഉള്ളൂ. V2ഉം V3യും കണക്ട് ചെയ്തും എന്താണ്? ഒരു എഡ്ജേ ഉള്ളൂ. എങ്കിൽ ഇതിനെ ഒരു കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറയാം. ഇനി അടുത്ത ഒരെണ്ണം കൂടെ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേ. അപ്പം 4 വെർട്ടെക്സ് ഉള്ളൊരു ഗ്രാഫ് എടുത്തു, ഇതിനെ ഫുൾ ഇങ്ങനെ ജോയിൻ ചെയ്യിപ്പിച്ചു. ഓക്കെ, ഇത് V1, ഇത് V2, ഇത് V3, ഇത് V4. ഞാൻ V1ഉം V2 എന്നും പറയുന്ന രണ്ട് വെർട്ടെക്സ് എടുത്തു. ഇത് ജോയിൻ ചെയ്ത് ഒരു എഡ്ജേ ഉള്ളൂ. V1ഉം V4ഉം ആണ് എടുത്തത്. ഇനി അടുത്ത V1ഉം V2 എടുക്കുക. അപ്പോഴും താണ്ടേ ഒരൊറ്റ എഡ്ജല്ലേ ഉള്ളൂ. ഇനി V1ഉം V3 ഇങ്ങനെ എടുക്കുകയെന്ന് വെച്ചോ, അപ്പോഴും ഒരെഡ്ജേ ഉള്ളൂ. അപ്പം നമ്മുടെ കണ്ടീഷൻ എന്താ? ഒരു കംപ്ലീറ്റ് ഗ്രാഫ് ഓൺ n വെർട്ടിസസ് ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെ? ഒരു കംപ്ലീറ്റ് ഗ്രാഫിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെ വെച്ചാൽ KN, ക്യാപിറ്റൽ K ആണ് കേട്ടോ. എന്നിട്ട് അതെന്ന് പറയുന്ന ഒരു സിമ്പിൾ ഗ്രാഫ് ആയിരിക്കണം. സിമ്പിൾ ഗ്രാഫ് എന്ന് പറയുമ്പോൾ പാരലൽ എഡ്ജസും മൾട്ടിപ്പിൾ ലൂപ്സും ഒന്നും കാണാൻ പാടില്ല. ആൻഡ് എന്താണ് പറയുന്നത്? കണ്ടെയ്ൻസ് എക്സാക്ട്ലി 1 എഡ്ജ് ബിറ്റ്വീൻ ഈച്ച് പെയർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വെർട്ടെക്സ്. ഓരോ പെയേഴ്സ് എടുക്കുമ്പോഴും അവിടെ ഒരു എഡ്ജ് കാണാതിരിക്കാൻ പാടില്ല. ഇപ്പം ഞാൻ കണ്ടേ ഈ ഗ്രാഫില്ലേ, ഇതിനെ ഞാൻ ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ വരച്ചാലേ ഇവിടെ V1, ഇത് V2, V3, V4 ഇങ്ങനെ വരച്ചാൽ ഇത് കംപ്ലീറ്റ് ഗ്രാഫ് ആയില്ല. എന്തുകൊണ്ടാ? ഇവിടെ പറഞ്ഞിട്ടുണ്ട് ബിറ്റ്വീൻ ഈച്ച് പെയർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വെർട്ടിസ്. എല്ലാ വെർട്ടിസസും തമ്മിൽ രണ്ട് പെയർ എടുക്കുമ്പം അവിടെ എല്ലാം ഒരു എഡ്ജ് കാണണം. ഞാൻ ഈ V1, V3 എടുക്കും, ഇവിടെ ഒരു എഡ്ജ് ഉണ്ടോ? അപ്പോൾ അത് കംപ്ലീറ്റ് ഗ്രാഫ് ആവില്ല. അപ്പം ഇങ്ങനെ വന്ന് അതൊരു കംപ്ലീറ്റ് ഗ്രാഫാണ്. കണ്ടോ, ഏത് രണ്ട് പെയർ എടുത്താലും അവിടെ എല്ലാം ഒരു എഡ്ജ് ഉണ്ട്. അപ്പം ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ഗ്രാഫിൻ്റെ ഡെഫിനിഷൻ. പിന്നെ ഇൻ ജനറലായിട്ട് നമുക്കിതിനെ എങ്ങനെ പറയാം? ഇപ്പം KN എന്ന് പറയുന്ന വെർട്ടെക്സ് ഉണ്ടെങ്കിൽ അതിൽ n-1 ഡിഗ്രി ആയിരിക്കും. അതായത് ഈ ഫിഗർ നോക്കിക്കേ, KN എന്ന് പറയുമ്പം ഇവിടെ മൊത്തം എത്ര വെർട്ടെക്സ് ഉണ്ട്? 4 വെർട്ടെക്സ് ഇല്ലേ? 4 വെർട്ടെക്സ് ഉണ്ട്. ഓരോന്നിൻ്റെ ഡിഗ്രി നോക്കിക്കേ. V1ൻ്റെ ഡിഗ്രി എടുക്കുവാണെങ്കിൽ ഡിഗ്രി എങ്ങനെയായിരുന്നു? ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണേ. ഇതൊക്കെ കണ്ടിട്ടാണോ വീഡിയോ കാണുന്നത്? അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ട് കാണണേ. ഓരോ ടേം നമ്മൾ പഠിക്കുമ്പോഴും കണ്ടോ ഡിഗ്രിയൊക്കെ കയറി വന്നതുണ്ടോ? ഡിഗ്രി നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ എടുത്തതാണ്. എല്ലാം കണക്റ്റഡ് ആണ് കേട്ടോ. അപ്പം ഡിഗ്രി എങ്ങനെയായിരുന്നു നോക്കുന്നത്? ഇപ്പോൾ V1 എന്ന് പറയുന്ന ഒരു എഡ്ജ് എടുക്കുവാണെങ്കിൽ, V1 എന്ന് പറയുന്ന ഒരു വെർട്ടെക്സ് എടുക്കുവാണെങ്കിൽ ഈ V1നെ ചുറ്റും എത്ര എഡ്ജസ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. V1നെ കണക്ട് ചെയ്താണ്ടേ ഇവിടെ ഒരാളുണ്ട്, ഇവിടെ ഒരാളുണ്ട്, ഇവിടെ ഒരാളുണ്ട്. അപ്പോൾ ഇതെല്ലാം V1ൻ്റെ ഡിഗ്രി ആയിരിക്കും. ഇപ്പോൾ V1ൻ്റെ ഡിഗ്രി എത്ര? 3 ആയിരുന്നു. V2ൻ്റെ ഡിഗ്രിയോ ഇതുണ്ട്, ഈ ഒരു എഡ്ജുണ്ട്, പിന്നെ ഈ ഒരു എഡ്ജുണ്ട് അല്ലേ? അപ്പോൾ V2ൻ്റെ ഡിഗ്രി എന്താണ്? 3 ആണ്. V3യുടെ ഡിഗ്രിയോ ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരു എഡ്ജുണ്ട്, ഇവിടെ ഒരു എഡ്ജുണ്ട്. അപ്പോൾ ഇതും 3 ആണ്, ഇവിടെയും 3 അല്ലേ? അപ്പം മൊത്തം ഡിഗ്രി 3 ആണ്. നമ്മുടെ ഇൻ ജനറൽ ഇത് പറയുന്നത് വെച്ചാൽ ഇൻ ജനറലിൽ KN വെർട്ടെക്സ് ആണെങ്കിൽ എന്തുവാ പറയുന്നത്? n-1 ഡിഗ്രി ആയിരിക്കും എന്നാണ് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ? എങ്ങനെ നോക്കും? KN വെർട്ടെക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ മൊത്തം 4 വെർട്ടെക്സ് ഉണ്ട്. n-1 ഡിഗ്രി ആണോ? 4 - 1 3 അല്ലേ?
അപ്പോൾ 3 അല്ലേ ഡിഗ്രി. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ലയോ? അപ്പം ഇൻ ജനറൽ kn വെർട്ടെക്സ് ഉണ്ടെങ്കിൽ അവിടെ n-1 ഡിഗ്രി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ കംപ്ലീറ്റ് ഗ്രാഫിൽ നിന്ന് അതിൻ്റെ ഡിഗ്രി കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എഡ്ജസ് ഇതേപോലെ കണ്ടുപിടിക്കാം. അതിനൊരു ഇക്വേഷൻ ഉണ്ട്, നോക്കിക്കേ. nc2 അല്ലെങ്കിൽ n-1/2 ചെയ്താൽ മതി. nc2 എന്താ? കോമ്പിനേഷൻ. ഇതൊക്കെ കഴിഞ്ഞ വർഷം പഠിച്ചല്ലോ. അപ്പം nc2 ഇപ്പം ഇതാണ്ടേ ഈ ഫിഗർ നോക്കിക്കേ. ഇവിടെ മൊത്തം 3 വെർട്ടെക്സ് ഉണ്ട്. n എന്ന് പറയുന്നത് വെർട്ടെക്സ് ആ കേട്ടോ. n അപ്പോൾ എത്രയാണ്? 3. അപ്പോൾ n = 3 കിട്ടി. അപ്പോൾ 3c2 ചെയ്താൽ എത്ര കിട്ടും? 3 തന്നെയല്ലേ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ 3 എഡ്ജസ് കാണണം. 3 എഡ്ജസ് ഉണ്ടോ ഇവിടെ? 3 എഡ്ജസ് ഇല്ലേ? ഈ ഫിഗർ നോക്കിക്കേ. ഇവിടെ മൊത്തം എത്ര വെർട്ടെക്സ് ഉണ്ട്? 4. അതായത് n എന്ന് പറയുന്നത് 4 ആണ്. അങ്ങനെയാണെങ്കിൽ 4c2 ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടണം? ഇപ്പോൾ 4c2 ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടും. 6 ഉണ്ടോ ഇവിടെ? 1 2 3 4 5 6 6 ഇല്ലേ? അപ്പം നമുക്ക് ഡിഗ്രി കണ്ടുപിടിക്കാൻ n-1, അതായത് kn വെർട്ടെക്സ് ഉണ്ടെങ്കിൽ അവിടെ n-1 ഡിഗ്രി ആയിരിക്കും. n എന്ന് പറയുന്നത് എന്താണ്? ഈ ഓരോ വെർട്ടെക്സ് ആണ്. അടുത്ത എന്താണ് പറഞ്ഞത്? നമ്പർ ഓഫ് എഡ്ജസ്. knൽ എത്ര എഡ്ജസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ nc2 അല്ലെങ്കിൽ n×n-1/2. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനായി n×n-1/2. ഇത് നിങ്ങളിനി ഒരുപാടടുത്ത് കാണുന്നുണ്ട്. ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് ഇനി തിയറംസ് ഒക്കെ പഠിക്കാനുണ്ട്. സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താടാ? സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്തുവാ? അതായത് ഒരു സ്റ്റാർട്ടിങ് ഉണ്ടെങ്കിൽ അതിൻ്റെ എൻഡിങ്ങും അതേ അടുത്തായിരിക്കും അല്ലേ? അങ്ങനെയല്ലേ ഒരു സൈക്കിള്. അപ്പോഴേ ദേ ഞാൻ ഇങ്ങനെ ഒരു ഗ്രാഫ് തരാം. ഇതൊരു സൈക്കിളാണ്. ഇത് സൈക്കിളല്ല, കാരണം ഒരൊറ്റ വെർട്ടെക്സ് അല്ലേ ഉള്ളൂ. ഇതിന് നമുക്ക് സൈക്കിൾ എന്ന് പറയാൻ പറ്റത്തില്ല. ഇനി നോക്കിക്കേ, ഞാൻ ദേ ഇങ്ങനെ ഒരു ഗ്രാഫ് വന്നാൽ ഇത് സൈക്കിളാണോ? ഇതും സൈക്കിളല്ല. ഇതിന് സ്റ്റാർട്ടിങ് ഉണ്ട്, എൻഡിങ്ങും ഉണ്ട്. എങ്കിൽ ഇത് ഒരിടത്താണോ വരുന്നത്? അല്ലല്ലോ. സൈക്കിൾ എന്ന് വെച്ചാൽ എന്താ? ഇവിടെ തുടങ്ങിയ അവസാനിക്കുന്നത് ഇവിടെ വരണം. എനിക്കിങ്ങനെ കറങ്ങി എത്താൻ പറ്റണ്ടേ? അതിനല്ലേ നമുക്കൊരു സൈക്കിൾ എന്ന് പറയാൻ പറ്റൂ. ഇനി ഞാൻ താണ്ടേ ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കാം. ഇത് v1 v2 v3. ഇതൊരു സൈക്കിളാണോ? ഇതൊരു സൈക്കിളാണ്. കണ്ടില്ലേ? താണ്ടേ അതേ പൊസിഷനിൽ തന്നെ എനിക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിനൊരു സൈക്കിൾ എന്ന് പറയാം. അപ്പം നമ്മുടെ ഇവിടുത്തെ സൈക്കിളിനെ ഡിനോട്ട് ചെയ്യുന്നത് cn വെച്ചാണ്. കണ്ടീഷൻ എന്താ? n എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആയിരിക്കണം. അതായത് n എന്ന് പറയുന്ന വെർട്ടെക്സ് അല്ലേ. നമ്മളെ വെർട്ടെക്സ് എന്ന് പറയുന്നത് 3യോ 3നേക്കാൾ മുകളിലോ ഉള്ളതാണെങ്കിൽ അതൊരു സൈക്കിളാവും. ഇവിടെ ഒരു വെർട്ടെക്സ് അല്ലേ ഉള്ളൂ. ഇത് സൈക്കിളാവോ? ഇല്ല. ഇവിടെ 2 വെർട്ടെക്സാണ്, അതും സൈക്കിളാവില്ല. 3 തൊട്ട് അങ്ങോട്ട് നമുക്ക് സൈക്കിൾ എന്ന് പറയാം. ഇനി വേറൊരു ഡെഫിനിഷൻ പറയുവാണെങ്കിൽ ഡിഗ്രി 1 ഉള്ളതിനെ നമ്മൾ സൈക്കിൾ എന്ന് പറയത്തില്ല. ഇതിൻ്റെ ഡിഗ്രി 1 അല്ലേ, ഇവിടെയും ഡിഗ്രി 1 അല്ലേ. അപ്പോൾ ഇതൊന്നും സൈക്കിളല്ല. ഇവിടുത്തെ ഡിഗ്രി എത്ര എന്ന് പറഞ്ഞേ? v1ൻ്റെ ഡിഗ്രി എത്ര? ഇവിടെ ഒരു എഡ്ജ് ഉണ്ട്, ഇവിടെ ഒരു എഡ്ജ് ഉണ്ട് അല്ലേ. അപ്പോൾ 2 അല്ലേ ഡിഗ്രി. v2ൻ്റെ ഡിഗ്രിയോ? അതും 2 ആ. v3യുടെ 2 ആ. ഡിഗ്രി സ്റ്റാർട്ടിങ് ഫ്രം 2 ആണെങ്കിൽ നമുക്ക് സൈക്കിളാന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് പറയാം? വെർട്ടെക്സ് 3യോ അല്ലെങ്കിൽ അതിന് മുകളിലോട്ടോ ഉള്ളയാണെങ്കിൽ അതിനെ നമുക്ക് സൈക്കിളെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് പറഞ്ഞേ, ഇതൊരു സൈക്കിളാണോ? ഇതും സൈക്കിളാണ് അല്ലേ. ഇവിടുത്തെ ഡിഗ്രി എത്ര? 2 ആണ്. ഇവിടെയും 2 ആണ്, ഇവിടെയും 2 ആണ്, ഇവിടെയും 2 ആണ് അല്ലേ. അപ്പോൾ ഇതും ഒരു സൈക്കിളാണ്. സൈക്കിൾ പോലത്തെ വേറൊരു ടേമാണേ വീൽസ്. വീൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് ഞാനൊരു സൈക്കിൾ വരയ്ക്കുന്നു, അഡീഷണലായിട്ട് ഞാൻ ഒരു വെർട്ടെക്സും കൂടെ ആഡ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ വീല്. ഒരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. ഈ ഡെഫിനിഷനൊക്കെ എക്സാമ്പിൾ വെച്ച് കാണിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. വെറുതെ വായിച്ചു വിട്ടാൽ ഒന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോഴും എക്സാമ്പിൾസ് യൂസ് ചെയ്ത് പഠിക്കാം. ചിലപ്പോൾ ഈ ഡെഫിനിഷനൊന്നും ഓർമ്മ വരുന്നില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് എക്സാമ്പിളെങ്കിലും ഓർത്ത് വയ്ക്കാമല്ലോ. ഡെഫിനിഷനൊക്കെ ഇമ്പോർട്ടൻ്റ് ആ. 3 മാർക്കിനൊക്കെ ഒരുപാട് ഡെഫിനിഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഡെഫിനിഷനും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് തന്നെ പഠിക്കണം. അപ്പോൾ ഇതാണ്ടേ ഇതൊരു സൈക്കിളല്ലേ. ഇപ്പം ഇത് v1, ഇത് v2, ഇത് v3. ഞാൻ അഡീഷണലായിട്ട് ഒരു വെർട്ടെക്സും കൂടെ ആഡ് ചെയ്യും. എവിടെ കൊടുക്കുക? ഞാൻ ഇവിടെ നടുക്കൊരു വെർട്ടെക്സ് കൊടുക്കുക. അത് v4.
എന്നിട്ട് ഇതിനെല്ലാം ഇങ്ങനെ ജോയിൻ ചെയ്യുക. ഇതെന്താണ്? വീലാണ്. അതായത് സൈക്കിളിൽ അഡീഷണൽ ആയിട്ട് ഒരു വെർട്ടെക്സ് വന്നാൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? വീലെന്ന് പറയാം. പിന്നെ ഈ വീലിൻ്റെ ഡിഗ്രി എന്തുമായിരിക്കും? 3 ആയിരിക്കും. ഇപ്പോൾ V1 എടുക്കുവാണെങ്കിൽ 1 2 3 അല്ലേ? 3 എഡ്ജസ് ഇല്ലേ V1നെ കണക്ട് ചെയ്ത്? അപ്പം 3 ആയിരിക്കും ഇവിടുത്തെ ഡിഗ്രി. V3യുടെ ഡിഗ്രിയോ 1 2 3. V2ൻ്റെയും 3 ആണ്. അപ്പോൾ ഡിഗ്രി കിട്ടി. ഇനി വേറൊത്തിരി വലിയ ഫിഗർ തരാം. ഇത് V1 V2 V3 V4 V5. ഇനി ഇതിനെ എല്ലാം കൂടെ ഇപ്പം ഇതെന്താണ്? സൈക്കിളാണ്. ഇതിനെ എനിക്ക് എന്താക്കണം? വീലാക്കണം. വീലാക്കാൻ എന്ത് ചെയ്യുക? ഞാനിവിടെ അടുത്തൊരു വെർട്ടെക്സ് കൊടുത്തു. എന്നിട്ട് കണക്ട് ചെയ്യുക. എല്ലാ സൈഡും ഇതേപോലെ കണക്ഷൻ കൊടുക്കണം. ഇനി ഓരോന്നിൻ്റെ ഡിഗ്രി പറഞ്ഞ്. V1ൻ്റെ ഡിഗ്രി എത്ര? 1 2 3 അല്ലേ? V2ൻ്റെയോ 1 2 3. അങ്ങനെ V3 V4 V5 എല്ലാവരുടെയും ഡിഗ്രി എന്തോ ആയിരിക്കും? 3 ആയിരിക്കും. അപ്പം നമ്മളിപ്പോൾ കംപ്ലീറ്റ് ഗ്രാഫ് നോക്കി, പിന്നെ സൈക്കിൾ നോക്കി, വീൽസ് നോക്കി. സൈക്കിൾ വെച്ചിട്ടാണ് നമ്മൾ വീല് ചെയ്യുന്നത്. സൈക്കിൾ പോലെ തന്നെ സൈക്കിൾ വരയ്ക്കുക, നടുക്ക് വേറൊരു വെർട്ടെക്സ് കൊടുക്കുക, എന്നിട്ട് എല്ലാം കൂടിയും കണക്ട് ചെയ്യുക. അതിന് ഡിഗ്രി 3 വരുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം? വീലെന്ന് പറയാം. അടുത്ത നോക്കിക്കേ, ബൈപാർട്ടൈറ്റ് ഗ്രാഫ്. ഇതെന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനമാണേ. ബൈപാർട്ടൈറ്റ് ഗ്രാഫും ഒരു സിമ്പിൾ ഗ്രാഫ് ആയിരിക്കണം. സിമ്പിൾ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാരലൽ എഡ്ജസും ലൂപ്സും ഒന്നും കാണാൻ പാടില്ല. അങ്ങനെയുള്ളതിനെ നമ്മൾ സിമ്പിൾ ഗ്രാഫ് എന്ന് പറയും. ഇവിടെ എന്തോ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു ഗ്രാഫ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പാർട്ടീഷൻ ചെയ്യും, 2 സെറ്റുകളാക്കി. ഏതൊക്കെയാണ്? V1 V2 എന്ന് പറയുന്ന 2 ഡിസ്ജോയിൻ്റ് സെറ്റുകളാക്കി നമ്മളിവരെ പാർട്ടീഷൻ ചെയ്യും. അതെങ്ങനെയാണെന്ന് ഞാൻ എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. ഇത് ഒരുപാട് കൺഫ്യൂഷൻ ആക്കുന്ന ഒരു ടോപ്പിക്ക് കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. എക്സാമ്പിൾ കാണിക്കുമ്പം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലാവും. നോക്കിക്കേ, ഞാൻ തൽക്കാലം ഈ വെർട്ടെക്സിനെല്ലാം A വെച്ച് റെപ്രസെൻ്റ് ചെയ്യും. A1, ഇത് A2, ഇത് A3, ഇത് A4. A വെച്ച് റെപ്രസെൻ്റ് ചെയ്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാനാണേ ഞാനത് പറയാം. ഇനി നോക്കിക്കേ, ഇതെല്ലാം വെർട്ടെക്സാണ് അല്ലേ? A1 A2 A3 A4 ഞാൻ പേര് കൊടുത്തിരിക്കുന്നേ ഉള്ളൂ. ഇതെല്ലാം എന്താണ്? വെർട്ടെക്സ് അല്ലയോ? അപ്പോൾ V എന്ന് പറയുന്ന സെറ്റ്, അതായത് വെർട്ടെക്സിൻ്റെ സെറ്റിൽ ഏതൊക്കെ വെർട്ടെക്സ് ഉണ്ട്? A1 ഉണ്ട്, A2 ഉണ്ട്, A3 ഉണ്ട്, A4 ഉണ്ട്. ഇനി ഇവിടെ കണക്ഷൻ ഇല്ലാത്ത ആർക്കൊക്കെയാണെന്ന് നോക്കിക്കേ. A1 A3 കണക്റ്റഡാണ്, A2 A4 കണക്റ്റഡാണ്. ഈ A1 A2 കണക്റ്റഡ് ആണോ? അല്ല. അതേപോലെ A3യും A4ഉം കണക്റ്റഡ് അല്ല അല്ലേ? പിന്നെ A1 A4ഉം കണക്റ്റഡ് അല്ല. അതേപോലെ A3യും A2ഉം കണക്റ്റഡ് അല്ല. ഈ കണക്റ്റഡ് അല്ലാത്തവരെല്ലാം നമ്മൾ 2 സെറ്റിൽ കൊണ്ടിടുക. അതായത് V1 എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തു ഞാൻ. അതിൽ കണക്റ്റഡ് അല്ലാത്ത നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 പേരും എടുത്തോ. ഞാനിപ്പം A1ഉം A2ഉം കണക്റ്റഡ് അല്ലല്ലോ, അപ്പം ഞാൻ ഈ A1ഉം A2ഉം ഒരു സെറ്റിലാക്കി. V1 എന്ന് പറയുന്ന സെറ്റിൽ A1നെ A2നെ പിടിച്ചിട്ടു. അടുത്ത നോക്കിക്കേ, V2 എന്ന് പറയുന്ന സെറ്റിൽ ഈ A3യും A4ഉം കണക്റ്റഡ് അല്ലാത്തതുകൊണ്ട് ഈ 2 വെർട്ടിസസിനെ ഞാൻ ഈ സെറ്റിൽ പിടിച്ചിട്ടു. ഇനി ഇവിടുത്തെ കണ്ടീഷൻ എന്താ? ഇവിടെ എന്താ പറയുന്നേ? സെറ്റ് വരച്ച് കാണിക്കാം, എന്നിട്ട് പറയാം. V1 എന്ന് പറയുന്ന സെറ്റുണ്ട്, V2 എന്ന് പറയുന്ന സെറ്റും ഉണ്ട് അല്ലേ? V1ൽ ആരൊക്കെയുള്ളേ? V1ൽ A1 ഉണ്ട്, A2 ഉണ്ട്. V2ൽ ആരൊക്കെയുണ്ട്? A3 A4 ഇല്ലേ? A3 ഉണ്ട്, A4 ഉണ്ട്.
അപ്പം നമ്മളിവിടെ എന്താണ്, തമ്മിൽ ഒരു കണക്ഷനും ഇല്ലാത്ത രണ്ട് പേരെ പിടിച്ചൊരു സെറ്റിലിട്ടാം, അതേ ഉള്ളൂ കണ്ടീഷൻ. ഇവർ കണക്ഷൻ ഇല്ല, ഇവർ തമ്മിൽ ഒരു കണക്ഷൻ ഇല്ല, അവരെ രണ്ടുപേരെ ഞാനൊരു സെറ്റിൽ പിടിച്ചിട്ടു. പിന്നെ A3 A4 കണക്ഷൻ ഇല്ല, അവരെ രണ്ട് സെറ്റിലിട്ടു. ഇനി ഞാൻ V1 എന്നൊരു റിലേഷൻ പറയാം. A1ഉം A3യും കണക്റ്റഡാ അല്ലേ? അതേപോലെ A2ഉം A4ഉം കണക്റ്റഡാ. ഇതിനെയാണ് നമ്മൾ ബൈപാർട്ടൈറ്റ് ഗ്രാഫ് എന്ന് പറയുന്നത്. അതായത് രണ്ട് സെറ്റ് എടുക്കുമ്പം ഈ V1ലുള്ള സെറ്റിലെ എലമെൻറ്റ്സ് V2ലുള്ള സെറ്റിലെ എലമെൻറ്റ്സുമായിട്ട് കണക്റ്റഡ് ആവാം, പക്ഷേ V1ലുള്ളത് V1ഉമായിട്ട് കണക്റ്റഡ് ആവാൻ പാടില്ല. ഇത്തിരി കൺഫ്യൂസിങ് ആണ്. അതായത് ഇവിടെ നമ്മൾ എങ്ങനത്തെ എടുത്തത്, കണക്ഷൻ ഇല്ലാത്തവരെ ഒരു സെറ്റിലിടാൻ പറ്റത്തുള്ളൂ, കണക്റ്റഡ് ആയവരെ ഒരു സെറ്റിലിട്ട എന്ത് സംഭവിക്കും, ഇങ്ങനെ കണക്ട് ചെയ്യേണ്ടി വരത്തില്ലേ? നോക്കിക്കേ, ഒരു എക്സാമ്പിൾ ഞാൻ V1 ഞാനിപ്പോൾ ഇങ്ങനെ എടുക്കുക, A1 A3 ഞാനിപ്പോൾ അറിയാണ്ട് ഈ സെറ്റിൽ പിടിച്ചിട്ടെന്ന് വെച്ചോ. V2 എന്ന സെറ്റിൽ ഞാൻ A2 A4ഉം പിടിച്ചിട്ടു. ഇനി നോക്കിക്കേ, A1 A3യും കണക്റ്റഡ് ആണെന്നാണ് ഈ ഫിഗറിൽ പറയുന്നത്. അപ്പോൾ എനിക്ക് താണ്ടേ ഈ കണക്ഷൻ ഇങ്ങനെ വരയ്ക്കേണ്ടി വന്നില്ല. ഇങ്ങനെ ഒരിക്കലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ ഒരിക്കലും കണക്ട് ചെയ്യരുത്. നമ്മൾ V1 എന്നൊരു സെറ്റിൽ നിന്ന് V2ലെ സെറ്റിലേക്ക് കണക്ഷൻ പാടുള്ളൂ. V1ലെ സെറ്റ് V1ലോട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ പാടില്ല. അപ്പം ഇവിടെ കണക്ട് ചെയ്യാത്ത എഡ്ജസ് ഏതൊക്കെയാണ് നോക്കണം, വെർട്ടക്സ് ഏതൊക്കെയാണ് നോക്കണം. A1 A2 കണക്റ്റഡ് അല്ല, അപ്പോൾ ഇവരെ രണ്ടുപേരും എനിക്കൊരു സെറ്റിൽ പിടിച്ചിടാം, A1 A2. അടുത്ത A3 A4ഉം കണക്റ്റഡ് അല്ല, ഇവരെ എനിക്ക് എന്ത് ചെയ്യാം, ഒരു സെറ്റിൽ പിടിച്ചിടാം. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ റിലേഷൻ പറയാം. ഒരിക്കലും എനിക്ക് ഇങ്ങനെ റിലേഷൻ പറയാൻ പറ്റത്തില്ല, അതേ ഉള്ളൂ. അത് ഓർത്താൽ മതി. എനിക്ക് എപ്പോഴും V1 നിന്ന് V2ലേക്ക് ഒരു റിലേഷൻ പറയാൻ പറ്റത്തുള്ളൂ, A1 നിന്ന് A2ലേക്ക് പറയാൻ പറ്റത്തില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. എങ്ങനെ? ഇപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ എടുത്തത് A1ഉം A2നെയും പിടിച്ച് എഴുതിയിട്ടു. ഞാൻ അതിന് പകരം A1 A4ഉം കണക്റ്റഡ് അല്ലല്ലോ, അപ്പോൾ ഇവിടെ A1 ഇവിടെ A4, ഇത് V1 എന്ന് പറയുന്ന സെറ്റാണ്, അതിൽ ഞാൻ ഇട്ടു. ഇനി V2ൽ ഞാൻ ആരൊക്കെ ഇടുക, A2 A3യും കണക്റ്റഡ് അല്ലല്ലോ, A2 A3യും V2ൽ ഇട്ടു. ഇനി നോക്കിക്കേ, A1 A2 കണക്ഷൻ ഇല്ല അല്ലേ, A1 A3 ഒരു കണക്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ ഇവിടുന്ന് എനിക്ക് ഇങ്ങനെ ഒരു റിലേഷൻ പറഞ്ഞൂടെ. നെക്സ്റ്റ് A4 A2 തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടല്ലേ, അപ്പം അങ്ങനെ പറഞ്ഞു. A4 A3 തമ്മിലുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ രണ്ട് റിലേഷൻ ആയില്ലേ. 2-3 എക്സാമ്പിൾ കാണിക്കാം, അപ്പോൾ നിങ്ങൾക്കുള്ള കൺഫ്യൂഷനൊക്കെ അങ്ങ് മാറിക്കോളും. നോക്കിക്കേ, ഞാനിപ്പം ഇങ്ങനെ ഒരെണ്ണം വരയ്ക്കാം. ഈ ഫിഗർ നോക്കിക്കേ, ഞാൻ നെയിം ചെയ്തില്ല, നെയിം എനിക്ക് എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ. ഞാൻ അപ്പോൾ A1 A2 എന്ന് ഇടാം, കാരണം ഞാൻ സെറ്റുകൾക്ക് V1 V2 എന്ന് ഇങ്ങനെ പേര് കൊടുക്കുന്നുണ്ടേ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ കേട്ടോ. A3 A4 A5 A6. ഇനി വെർട്ടക്സിൻ്റെ സെറ്റ് എഴുതുക. ഞാൻ വെർട്ടക്സിൻ്റെ സെറ്റ് എഴുതുമ്പം ആരൊക്കെയുണ്ട്, Vയിൽ A1 ഉണ്ട്, A2 ഉണ്ട്, A3 A4 A5 A6 ഇല്ലയോ? ഇവിടെ ഏതൊക്കെ വെർട്ടക്സ് ഉണ്ടോ അതെല്ലാം ഈ സെറ്റിൽ പിടിച്ചിടണം. ഇനി V1 എന്ന് പറയുന്ന ഒരു സെറ്റ് ഞാൻ പറയുക. എൻ്റെ V1 എന്ന സെറ്റിൽ ആരെയൊക്കെ എനിക്കിടാം, കണക്ഷൻ ഇല്ലാത്ത 3 പേരെ നമുക്ക് പിടിക്കാം. നോക്കിക്കേ, A1 എടുക്കുക, A6 ആയിട്ട് കണക്ഷൻ ഉണ്ട്, A2 ആയിട്ട് കണക്ഷൻ ഉണ്ട്. A1ന് A5 ആയിട്ട് കണക്ഷൻ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ എനിക്ക് A1 A5. ഇനി ആരെങ്കിലും ഉണ്ടോ? A1ഉം A4ഉം തമ്മിൽ കണക്ഷൻ ഉണ്ടോ? ഇല്ലല്ലോ. A4നെയും ഞാൻ ഇട്ടു. സോറി, ഇത് പറ്റത്തില്ല കേട്ടോ. എന്താ ഇവിടെ എനിക്ക് മിസ്റ്റേക്ക് പറ്റിയെന്ന് നോക്കിക്കേ. ഞാൻ A5ഉം A4ഉം എടുത്താലേ ഈ A5ഉം A4ഉം തമ്മിൽ കണക്ഷൻ ഉണ്ടല്ലേ, A1ഉം A4ഉം തമ്മിൽ കണക്ഷൻ ഇല്ല, A5 A4ഉം തമ്മിൽ കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് എനിക്കത് പറ്റത്തില്ല. അപ്പോൾ V1 എന്ന് പറയുന്ന സെറ്റിൽ ഞാൻ A1 എടുത്തു, A1ഉം A5 എനിക്ക് എടുക്കാം. A1ഉം A5ഉം തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. ഇനി A1ഉം A3 എടുക്കുക, ഞാൻ കണക്ഷൻ ഉണ്ടോ? ഇല്ലല്ലോ. അതേപോലെ A5ഉം A3 എടുക്കുക, കണക്ഷൻ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പം ഇവർ 3 പേരെ ഞാൻ സെറ്റിലെടുക്കുക. അപ്പം A1 A5 A3നെ ഞാനൊരു സെറ്റിലാക്കി. അടുത്ത V2 എന്ന് പറയുന്ന സെറ്റ് എടുത്തു. 2 2 കൂടുതലോ പേരെ ഇടാൻ കേട്ടോ, ഞാൻ ഇപ്പോൾ ഇവിടെ 3 പേരെ ഇട്ടു. ഇനി അടുത്ത നോക്കിക്കേ, ബാലൻസിങ് ആരൊക്കെയാണ് ഉള്ളത്? A1 A5 A3 എടുത്തു. ഇനി A2 A6ഉം കണക്റ്റഡ് ആണോ? അല്ല. പിന്നെ
A2ഉം A4ഉം കണക്റ്റഡ് ആണോ? അല്ലല്ലോ. A6ഉം A4ഉം കണക്റ്റഡ് ആണോ? അല്ലല്ലോ. അപ്പോൾ എനിക്ക് A2 A4 A6 ഒരു സെറ്റിലിടാം. ഇനി നമുക്ക് കറക്റ്റ് ആണോ നോക്കാം. ഇതെൻ്റെ V1, ഇതെൻ്റെ V2. എൻ്റെ എലമെൻറ്റ്സ് ആരൊക്കെ? എൻ്റെ വെർട്ടെക്സ് ആരൊക്കെ? A1 A3 A5. ഇവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? A2 A4 A6. ഇനി ആ റിലേഷൻ പറയട്ടെ. A1ന് A2 ആയിട്ടും A6 ആയിട്ടുമില്ലേ? അപ്പം A1ന് A2 ആയിട്ടും A6 ആയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് എത്ര റിലേഷൻ വേണമെങ്കിലും അങ്ങോട്ട് പറയാം, പക്ഷേ ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പാടില്ല. ഇവിടുന്ന് എത്ര വേണമെങ്കിലും അങ്ങോട്ട് പറയാം. ഇനി അടുത്തേതാ? A3ക്ക് A2 ആയിട്ടും A4 ആയിട്ടല്ലേ? അപ്പോൾ A3ക്ക് A2 ആയിട്ടും A4 ആയിട്ടും. അടുത്ത A5ഓ? A5ന് A6ഉം A4ഉം. A6 ഉണ്ട്, A4 ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇറ്റ് ഈസ് എ അപ്പോൾ നമുക്കിതിനെ എന്ത് പറയാം? ഇറ്റ് ഈസ് എ ബൈപാർട്ടൈറ്റ് ഗ്രാഫ് എന്ന് പറയാം.